ഇപ്പോൾ കൊച്ചിയിൽ നിന്നുള്ള കാഴ്ചകളാണ് സ്ക്രീനിൽ കാണുന്നത്. ജനസാഗരമാണ് ഫോർട്ട് കൊച്ചിയിൽ. നേരത്തെ ശ്യാം പ്രസാദ് ഉത്തമൻ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ കണ്ടതാണ്. അത്രയും ജനങ്ങൾ, അതും എനർജി ലെവൽ, ആ മനുഷ്യരുടെ എനർജി ലെവൽ പ്രത്യേകം എടുത്തു തന്നെ പറയണം. കുറേ സമയമായി പാട്ടിനൊപ്പം ഇങ്ങനെ നൃത്തം വെച്ചുകൊണ്ടിരിക്കുന്ന കുറേ മനുഷ്യരെ നമുക്ക് ഫോർട്ട് കൊച്ചിയിൽ കാണാൻ പറ്റും. വലിയൊരു ക്രൗഡാണ് ഫോർട്ട് കൊച്ചിയിലുള്ളത്. ശ്യാമുണ്ട് ഫോർട്ട് കൊച്ചിയിൽ നിന്ന്. ശ്യാം, കേൾക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. ആയിരക്കണക്കിന് ആളുകളുടെ ഇടയിലാണ് ശ്യാം നിൽക്കുന്നത്. നമ്മൾ പറയുന്നതൊക്കെ ചിലപ്പോൾ ചെറിയ പൊടിയൊക്കെ കേൾക്കുന്നുണ്ടാവില്ല, എങ്കിലും പറയാം. സമയം 11:21. ഇനി അരമണിക്കൂറും 9 മിനിറ്റ് 39 മിനിറ്റ് മാത്രമാണ് നമ്മൾ 2025 വരവേൽക്കാനുള്ളത്. അവിടെ കൗണ്ട് ഡൗൺ എപ്പോൾ തുടങ്ങും? കൗണ്ട് ഡൗണിലേക്ക് കടന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഇത്രയും നേരം ആട്ടവും പാട്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ കൂടുകയായിരുന്നു. ഇപ്പോൾ കുറച്ച് നേരത്തേക്ക് ആ പാട്ടൊന്ന് നിർത്തിവെച്ചിരിക്കുകയാണ്. കാരണം മണിക്കൂറുകളായിട്ട് ഇങ്ങനെ ഈ പാട്ടിൽ അവരെല്ലാവരും മതിമറന്ന് തുള്ളുകയായിരുന്നു. 2024 പറഞ്ഞു വിട്ട് 2025 വരവേൽക്കുന്ന ആ ഒരു പുതുവർഷത്തിലേക്ക് മൊത്തത്തിൽ കടക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഒരു പുതുവർഷ പുലരിയിലേക്ക് കടക്കുമ്പോൾ ആ പുതുവർഷം ഫോർട്ട് കൊച്ചിയിൽ ആഘോഷിക്കുക എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഒരുപക്ഷെ പുതുവത്സര ആഘോഷത്തിൻ്റെ ഒരു തലസ്ഥാന നഗരം എന്ന് വേണമെങ്കിൽ നമുക്ക് ഫോർട്ട് കൊച്ചിയെ പറയാം. ഇപ്പോൾ പലതരത്തിലുള്ള ആളുകൾ നമ്മോടൊപ്പം ഉണ്ട്. എങ്ങനെയുണ്ട് ആഘോഷമൊക്കെ? എങ്ങനെയുണ്ട് ആഘോഷമൊക്കെ? അടിപൊളിയായിട്ട് നടക്കണ്. പിന്നെ ഇത്രയും ക്രൗഡ് നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഫോർട്ട് കൊച്ചിയിൽ നടക്കാത്ത കാരണം നമ്മളിപ്പോൾ വെളിയിൽ ഗാലാഡി ഫോർട്ട് കൊച്ചിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ ഇത്രയും വലിയൊരു ക്രൗഡിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യണതാണ്. പിന്നെ ഇതിൽ പോലീസുകാരുടെ ഒരുപാട് സപ്പോർട്ടൊക്കെ നമുക്കുണ്ട്. എന്തായാലും നമ്മളിതൊരു വലിയൊരു സക്സസ് ആയിട്ട് തന്നെ കാണുന്നതാണ്. തീർച്ചയായിട്ടും അങ്ങനെ പലതരത്തിലുള്ള പല ഇടങ്ങളിൽ നിന്നുള്ള ആളുകളുണ്ട്. നമുക്കിവിടെ കുട്ടികളെയൊക്കെ ആയിട്ട് വന്നിരിക്കുന്നുണ്ട്. എവിടെ നിന്നാണ് പറഞ്ഞത്? ഇവിടെ തന്നെയാണ്. എല്ലാ കൊല്ലവും ഇവിടെ വരാറുണ്ട്? തീർച്ചയായിട്ടും. എങ്ങനെയുണ്ട് പുതുവത്സരാവസ്ഥ? വളരെ മനോഹരമായിട്ട് പോകുന്നു. വളരെ സന്തോഷം. അത്രയും സെക്യൂരിറ്റിക്കായിട്ട് ഇപ്പം ഞങ്ങൾ കുഞ്ഞുങ്ങളെയൊക്കെ ആയിട്ടായാലും വന്ന് പങ്കെടുക്കാൻ പറ്റിയതിൻ്റെ സന്തോഷം വളരെയധികമുണ്ട്. അങ്ങനെ ഇരിക്കുന്നു. എങ്ങനെയുണ്ടമ്മേ ആഘോഷമൊക്കെ? അടിപൊളി. ഞങ്ങൾ എല്ലാ വർഷവും ഞങ്ങളുടെ അടുത്തുള്ളവരാണ് സ്ഥിരം. സാധാരണഗതിയിൽ ഇവിടെ വരുമ്പോൾ പറയാറുണ്ട്, ഈ ഫോർട്ട് കൊച്ചിക്കാർക്ക് അവരുടെ വീടുകളിലൊക്കെയാണ് ആഘോഷം. കാരണം പുറത്തു നിന്നുള്ള ആൾക്കാരെ കൊണ്ട് നിങ്ങൾക്ക് വരാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ട്. അത് ശരിയാണ്. പുറത്തുനിന്ന് കൂടുതൽ ആൾക്കാർ എത്താറുണ്ട്. അതുകൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റുള്ള വഴിയിൽ ബ്ലോക്ക് ആവുമല്ലോ. അപ്പൊ അത് കഴിഞ്ഞ് അവർ പോയി കണ്ടിട്ട് ഞങ്ങൾ ഇറങ്ങുള്ളൂ. ഞങ്ങൾ നടന്നു പോകാനല്ലേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ ഒരു 10:30 ഒക്കെ ആകുമ്പോൾ ഞങ്ങൾ ഇറങ്ങും. അപ്പോൾ കുറച്ച് തിരക്ക് കഴിയും. അതുകൊണ്ടുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ല. നല്ല അടിപൊളിയായിട്ട് പോകും. ഈ വിഷയം ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്വദേശികളുണ്ട്, വിദേശികളുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള പല ഭാഷകൾ സംസാരിക്കുന്ന ഒരുപാട് ആളുകൾ സംഗമിക്കുന്ന ഒരു ഇടമായിട്ട് ഈ ഫോർട്ട് കൊച്ചി മാറുന്ന ഒരു ദിവസം കൂടിയാണ് ഈ ഡിസംബർ 31 എന്ന് പറയുന്നത്. അത്രയേറെ മനോഹരമായ ഒരു ദിവസമായിട്ട് ഇത് മാറുകയാണ്. കാരണം ഇവിടുത്തെ ആഘോഷങ്ങളും ആർപ്പൂലികളും എല്ലാം സ്വാഭാവികമായിട്ടും ഈ 31 ഇവിടെ എത്തി പപ്പാഞ്ഞ് കത്തി അമരുമ്പോൾ ഒരു പുതുവർഷത്തെ അവരെല്ലാവരും ചേർന്ന് വരവേൽക്കുന്ന ആ ഒരു സുദിനം, ആ സുദിനത്തിന് വേണ്ടി തന്നെയാണ് ഇവിടെ ഇങ്ങനെ മണിക്കൂറുകളോളം കാത്തു കെട്ടി നിൽക്കുന്നത്. ആടിയും പാടിയും ഒക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് പേരുണ്ട്. എങ്ങനെയുണ്ട് പുതുവത്സരാഘോഷം? അടിപൊളിയാണ്. അടിപൊളി. എവിടെ നിന്നാ വരണേ? ഇവിടെ തന്നെയാണ്. എവിടെ നിന്നാ വരണേ? പാലാ പൊൻകുന്നം. എന്ത് പറ്റി ഫോർട്ട് കൊച്ചിയിലേക്ക് പോരാൻ? ആഘോഷിക്കേ. എങ്ങനെയുണ്ടായിരുന്നു ഇവിടുത്തെ വൈബൊക്കെ? എങ്ങനെയുണ്ട്? സൂപ്പർ. പാട്ടിനൊപ്പം ആടാനൊക്കെ പറ്റിയോ? പിന്നെ ഇപ്പോ പപ്പാഞ്ഞിയെ കത്തിച്ചിട്ടല്ലേ പോകുള്ളൂ? അതെ, പപ്പാഞ്ഞി കത്തിച്ചിട്ടേ പോകുള്ളൂ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. തീർച്ചയായിട്ടും അങ്ങനെ പലതരത്തിലുള്ള ആളുകൾ, പല ഇടങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടെ തന്നെയാണോ സ്ഥലം? അല്ലല്ലോ, കോതമംഗലം. എങ്ങനെയുണ്ട് ആഘോഷമൊക്കെ? എങ്ങനെയുണ്ട്? അടിപൊളി. ഇവിടുത്തെ ഈ പാട്ടിനൊപ്പം ഒക്കെ ആടും പാടിയും ഒക്കെ ചെയ്യാൻ പറ്റുമോ? ഓക്കെ ചെയ്തു. ഇനി പപ്പാഞ്ഞിയെ കത്തിച്ചിട്ടേ പോകുള്ളൂ? പോകുള്ളൂ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. എങ്ങനെയുണ്ട്? സന്തോഷം. വളരെ ഹാപ്പി. 2025 എല്ലാവർക്കും നന്മകൾ വരട്ടെ. ഓക്കെ, താങ്ക് യു. എവിടെ നിന്നാ വരണേ? ഞങ്ങളോ? ഇവിടെ കൊച്ചിയിലാണ്, പക്ഷെ ഓസ്ട്രേലിയയിലാണ്. ഇവിടുത്തെ ഈ ഒരു ആഘോഷം അതെങ്ങനെയാണ്? നല്ല. ഞങ്ങൾ കുറെ നാളായി ഇവിടെ ജനിച്ചിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല. ആദ്യം കുറെ നാളൊക്കെ ശേഷമാണ് വന്ന് കാണാൻ നോക്കിയത്. പക്ഷെ ഭയങ്കര തിരക്കാ. ഇതിന്റെ ഒപ്പം ആടാനും പാടാനൊക്കെ പറ്റിയോ? പക്ഷെ ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ട് ചൂടൊക്കെ ആയതുകൊണ്ട് പാടായിരുന്നു. പപ്പാഞ്ഞിനെ കത്തിച്ചിട്ടല്ലേ പോകുള്ളൂ? കഴിഞ്ഞിട്ടേ പോവുള്ളൂ. ഞങ്ങൾ ശരിക്കും പരേഡിൽ കാണാൻ വേണ്ടി ക്യാൻസലായി.
ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പല തരത്തിലുള്ള ആളുകൾ, പല ഇടങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടേക്ക് എത്തി തൊട്ടപ്പുറത്ത് കാണുന്നതാണ് പപ്പാഞ്ഞി. ആ പപ്പാഞ്ഞി ഇനി ഏകദേശം ഒരു അവിടുത്തെ